ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് ഇന്ത്യൻ വിമാനയാത്രയുടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന എയർ ഡെക്കാനെ കുറിച്ചാണ്. സാധാരണക്കാർക്കും വിമാനത്തിൽ പറക്കാം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ കമ്പനിയായിരുന്നു ഇത്. ₹1 വിമാന ടിക്കറ്റ് നൽകി ഈ കമ്പനി ലോകത്തെ അത്ഭുതപ്പെടുത്തി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മഹത്തായ ലക്ഷ്യം പരാജയപ്പെട്ടത്? നമുക്ക് ആ കഥ വിശദമായി പരിശോധിക്കാം. എയർ ഡെക്കാന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ക്യാപ്റ്റൻ GR ഗോപിനാഥ് ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. സൈനിക സേവനത്തിന് ശേഷം കൃഷിയിലും ബിസിനസ്സിലും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം അദ്ദേഹം അടുത്തു കണ്ടു. ഇന്ത്യയിൽ അക്കാലത്ത് വിമാനയാത്ര പണക്കാർക്ക് മാത്രമുള്ള ഒന്നായിരുന്നു. ഇന്ത്യൻ റെയിൽവേയിലെ ഉയർന്ന ക്ലാസുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് കുറഞ്ഞ ചിലവിൽ വിമാനയാത്രാ സേവനം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. വിമാനം എന്നത് ആഡംബരമല്ല, മറിച്ചൊരു അത്യാവശ്യ യാത്രാമാർഗമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എല്ലാവർക്കും ആകാശയാത്ര പ്രാപ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അദ്ദേഹത്തിന്റെ ഈ വിപ്ലവകരമായ ചിന്താഗതിയാണ് ഇന്ത്യയിലെ വ്യോമയാന മേഖലയുടെ മുഖച്ഛായ മാറ്റിയത്. 2003 ഓഗസ്റ്റിലാണ് എയർ ഡെക്കാൻ പ്രവർത്തനം തുടങ്ങിയത്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടായിരുന്നു തുടക്കം. ഹൂബ്ലിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കായിരുന്നു ആദ്യ വിമാനം പറന്നത്. ലോ കോസ്റ്റ് കാരിയർ അഥവാ കുറഞ്ഞ ചിലവിലുള്ള വിമാന സർവീസ് എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഗോപിനാഥാണ്. വെറും 2 ചെറിയ വിമാനങ്ങളുമായി തുടങ്ങിയ ഈ സംരംഭം വളരെ വേഗത്തിലാണ് ഇന്ത്യക്കാരുടെ മനസ്സിൽ ഇടം പിടിച്ചത്. അക്കാലത്ത് വിമാനയാത്രയുടെ ടിക്കറ്റ് നിരക്കുകൾ വളരെ കൂടുതലായിരുന്നു. ആ ശീലത്തെയാണ് ഗോപിനാഥ് വെല്ലുവിളിച്ചത്. വലിയ കോർപ്പറേറ്റുകൾ വാഴുന്ന ഒരു മേഖലയിലേക്ക് ഒരു സാധാരണക്കാരനായ സംരംഭകൻ കടന്നു വരുന്നത് അന്ന് വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത്. എയർ ഡെക്കാൻ ജനപ്രിയമാക്കിയത് അവരുടെ വിപ്ലവകരമായ ടിക്കറ്റ് നിരക്കുകളാണ്. ₹1 വിമാന ടിക്കറ്റ് എന്ന പരസ്യം ഇന്ത്യ മുഴുവൻ തരംഗമായി. ഡൈനാമിക് പ്രൈസിംഗ് എന്ന രീതിയാണ് അവർ പിന്തുടർന്നത്. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് വെറും ₹1 ടിക്കറ്റ് ലഭിക്കുമായിരുന്നു. ഇത് വലിയൊരു ജനവിഭാഗത്തെ വിമാനത്താവളങ്ങളിലേക്ക് എത്തിച്ചു. ജീവിതത്തിൽ ഒരിക്കലും വിമാനം കാണാത്തവർ പോലും ആകാശയാത്ര നടത്താൻ ഇത് സഹായിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും സാധാരണ കർഷകരും വിമാനത്തിൽ കയറുന്നത് അന്ന് വലിയ വാർത്തയായിരുന്നു. വിമാനയാത്രയിലെ ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ ഗോപിനാഥിന് ഇതിലൂടെ സാധിച്ചു. പാവപ്പെട്ടവനും വിമാനത്തിൽ യാത്ര ചെയ്യാം എന്ന വലിയൊരു മാറ്റത്തിന് അവിടെ തുടക്കമായി. ചിലവ് പരമാവധി കുറയ്ക്കാൻ എയർ ഡെക്കാൻ പല പുതിയ മാർഗങ്ങൾ പരീക്ഷിച്ചു. ഈ തന്ത്രങ്ങളാണ് അവരെ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്താൻ സഹായിച്ചത്. വിമാനത്തിൽ ആഹാരവും വെള്ളവും സൗജന്യമായി നൽകിയില്ല. ആവശ്യമുള്ളവർക്ക് പണം നൽകി വാങ്ങാനുള്ള സൗകര്യമൊരുക്കി. ഇത് വിമാന കമ്പനിയുടെ പ്രവർത്തന ചെലവ് ഗണ്യമായി കുറച്ചു. വിമാനത്തിനുള്ളിലെ സ്ഥല സൗകര്യം കുറച്ച് കൂടുതൽ സീറ്റുകൾ ഉൾപ്പെടുത്തി. ഇതുവഴി ഒരു യാത്രയിൽ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ സാധിച്ചു. സ്ഥലപരിമിതി ഉണ്ടെങ്കിലും യാത്രക്കാർ കുറഞ്ഞ നിരക്കിന് അത് സഹിക്കാൻ തയ്യാറായിരുന്നു. ടിക്കറ്റുകൾ ഇന്റർനെറ്റ് വഴിയും പെട്രോൾ പമ്പുകൾ വഴിയും വിൽക്കാൻ പ്രോത്സാഹിപ്പിച്ചു. വലിയ ഓഫീസുകളുടെ ചിലവ് ഇതിലൂടെ ഒഴിവാക്കി. കമ്പ്യൂട്ടറുകൾ അത്ര പരിചിതമല്ലാത്ത കാലത്ത് IT വിപ്ലവം കൂടി അവർ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി. പ്രധാന നഗരങ്ങളിലെ വലിയ എയർപോർട്ടുകൾക്ക് പുറമെ ചെറിയ പട്ടണങ്ങളിലെ വിമാനത്താവളങ്ങളെയും അവർ ബന്ധിപ്പിച്ചു. ഇത് ടയർ 2, ടയർ 3 നഗരങ്ങളിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി. കുറഞ്ഞ കാലം കൊണ്ട് എയർ ഡെക്കാൻ ഇന്ത്യയിലെ 2ാമത്തെ വലിയ വിമാന കമ്പനിയായി മാറി. ജെറ്റ് എയർവേസ് പോലുള്ള വലിയ കമ്പനികൾ പോലും എയർ ഡെക്കാന്റെ വളർച്ചയിൽ ആശങ്കാകുലരായി. അവർ 100-ലധികം വിമാനങ്ങൾ വാങ്ങാൻ ഓർഡർ നൽകി. ഇന്ത്യയിലെ വിമാനയാത്രക്കാരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിക്കാൻ ഇത് കാരണമായി. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രക്കാർ എയർ ഡെക്കാനെ വലിയ രീതിയിൽ പിന്തുണച്ചു. വിമാന കമ്പനികളുടെ കുത്തക തകർക്കാൻ അവർക്ക് ഇതിലൂടെ കഴിഞ്ഞു. വിമാനത്താവളങ്ങളിലെ തിരക്ക് വർദ്ധിക്കാനും സാധാരണക്കാരുടെ ജീവിതവേഗം കൂട്ടാനും എയർ ഡെക്കാൻ വലിയ പങ്കുവഹിച്ചു. ഇത്രയധികം ജനപ്രീതി ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് എയർ ഡെക്കാൻ ഒടുവിൽ തകർന്നത്? അതിന്റെ കാരണങ്ങൾ വളരെ ആഴത്തിലുള്ള പഠനം അർഹിക്കുന്നു. വിജയത്തിന്റെ പാതയിൽ അവർക്ക് പല പിഴവുകളും സംഭവിച്ചു. ക്യാപ്റ്റൻ ഗോപിനാഥ് കമ്പനിയെ അതിവേഗം വളർത്താൻ ശ്രമിച്ചു. വിമാനങ്ങളുടെ എണ്ണം പെട്ടെന്ന് വർദ്ധിപ്പിച്ചു. എന്നാൽ ഈ വളർച്ചയെ താങ്ങാനുള്ള സാമ്പത്തിക ശേഷി കമ്പനിക്കുണ്ടായിരുന്നില്ല. വേണ്ടത്ര പ്ലാനിംഗ് ഇല്ലാതെ പുതിയ റൂട്ടുകൾ തുടങ്ങിയത് നഷ്ടത്തിന് കാരണമായി. ആവശ്യത്തിന് ജീവനക്കാരെ കിട്ടാത്തതും പരിശീലനത്തിനുള്ള കാലതാമസവും പ്രതിസന്ധിയായി. വിമാന ഇന്ധനത്തിന് ഇന്ത്യയിൽ ലോകത്തെ തന്നെ ഏറ്റവും ഉയർന്ന നികുതിയാണുള്ളത്. 2005-2006 കാലഘട്ടത്തിൽ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ₹1 100 ടിക്കറ്റ് വിറ്റിരുന്ന എയർ ഡെക്കാന് ഇന്ധന ചിലവ് താങ്ങാൻ കഴിഞ്ഞില്ല. ഓരോ യാത്രയിലും കമ്പനി വലിയ നഷ്ടം നേരിട്ടു. വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുകളായപ്പോൾ കമ്പനി വലിയ ബാധ്യതയിലായി. ചിലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പല സേവനങ്ങളും മോശമായി. വിമാനങ്ങൾ പലപ്പോഴും മണിക്കൂറുകളോളം വൈകി. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താൻ വിമാനങ്ങളുടെ എണ്ണം തടസ്സമായി. ഇത് യാത്രക്കാർക്കിടയിൽ കമ്പനിയെക്കുറിച്ച് മോശം അഭിപ്രായമുണ്ടാക്കി.
എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാത്തതും ടിക്കറ്റ് റീഫണ്ട് കിട്ടാത്തതും വലിയ പരാതികൾക്ക് കാരണമായി. എയർ ഡെക്കാന്റെ വിജയം കണ്ടതോടെ മറ്റു പല കമ്പനികളും ഈ രംഗത്തേക്ക് വന്നു. ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോ എയർ എന്നിവർ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ നല്ല സേവനങ്ങൾ നൽകി. എയർ ഡെക്കാന്റെ വിമാനങ്ങൾ പഴയതായിരുന്നുവെങ്കിൽ മറ്റ് കമ്പനികൾ പുത്തൻ വിമാനങ്ങളുമായി വന്നു. വിപണി പിടിച്ചെടുക്കാൻ പുതിയ കമ്പനികൾ വൻ വിലക്കിഴിവുകൾ നൽകിയതും എയർ ഡെക്കാന് തിരിച്ചടിയായി. വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിന് നൽകേണ്ട ചാർജുകൾ, ജീവനക്കാരുടെ ശമ്പളം, അറ്റകുറ്റപ്പണി ചിലവുകൾ എന്നിവ ടിക്കറ്റ് വരുമാനത്തേക്കാൾ കൂടുതലായി. ലോ കോസ്റ്റ് മോഡലിൽ ലാഭമുണ്ടാക്കാൻ ആവശ്യമായ കൃത്യത എയർ ഡെക്കാന് നിലനിർത്താൻ കഴിഞ്ഞില്ല. എയർപോർട്ടുകളിലെ പാർക്കിംഗ് ഫീസും ലാൻഡിംഗ് ഫീസും വളരെ വലിയൊരു ബാധ്യതയായിരുന്നു. 2007 ആയപ്പോഴേക്കും എയർ ഡെക്കാൻ 400 കോടിയിലധികം രൂപയുടെ നഷ്ടത്തിലായി. കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലെത്തി. ഈ സമയത്താണ് വിജയ് മല്യയുടെ കിങ്ഫിഷർ എയർലൈൻസ് എയർ ഡെക്കാന്റെ ഓഹരികൾ വാങ്ങിയത്. ഇത് വലിയൊരു അബദ്ധമായി മാറി. കാരണം ആഡംബരത്തിന് പേര് കേട്ട കമ്പനിയായിരുന്നു കിങ്ഫിഷർ. കുറഞ്ഞ ചെലവിൽ സർവീസ് നടത്തിയിരുന്ന ഡെക്കാന്റെ രീതികളുമായി അതൊരിക്കലും ഒത്തുപോയില്ല. കിങ്ഫിഷർ റെഡ് എന്ന് പേര് മാറ്റി നോക്കിയെങ്കിലും 2 വ്യത്യസ്ത ബിസിനസ് രീതികൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ മല്യയ്ക്ക് കഴിഞ്ഞില്ല. ലയനത്തിന് ശേഷം ടിക്കറ്റ് നിരക്കുകൾ വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇത് എയർ ഡെക്കാന്റെ പാരമ്പര്യത്തെയും യാത്രക്കാരുടെ വിശ്വാസത്തെയും തകർത്തു. ഒടുവിൽ കിങ്ഫിഷർ ഗ്രൂപ്പ് തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത്. എയർ ഡെക്കാന്റെയും ക്യാപ്റ്റൻ ഗോപിനാഥിന്റെയും ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച ചലച്ചിത്രമാണ് സൂര്യരൈ പോട്ടർ. സുധാ കോങ്കര സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സൂര്യയാണ് നെടുമാരൻ രാജാംഗം എന്ന കഥാപാത്രമായി എത്തിയത്. ഒരു സാധാരണക്കാരൻ വിമാന കമ്പനി തുടങ്ങാൻ നടത്തുന്ന പോരാട്ടങ്ങളും അയാൾ നേരിടുന്ന കടുത്ത വെല്ലുവിളികളും ഈ ചിത്രം മനോഹരമായി വരച്ചു കാട്ടുന്നു. വലിയ കുത്തക കമ്പനികൾ എങ്ങനെ ഒരു സാധാരണക്കാരനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഈ സിനിമയിൽ കാണാം. ക്യാപ്റ്റൻ ഗോപിനാഥിന്റെ സിംപ്ലി ഫ്ലൈ എന്ന ആത്മകഥയെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. നിരവധി ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഈ ചിത്രം എയർ ഡെക്കാൻ എന്ന ബ്രാൻഡിനെ കുറിച്ചും ഗോപിനാഥ് എന്ന വ്യക്തിയെക്കുറിച്ചും പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. പരാജയപ്പെട്ടെങ്കിലും ആ വലിയ ആഗ്രഹത്തിന്റെ വില എത്രത്തോളമാണെന്ന് ഈ സിനിമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എയർ ഡെക്കാൻ പരാജയപ്പെട്ടെങ്കിലും അത് ഇന്ത്യൻ ആകാശത്ത് വലിയൊരു പാഠപുസ്തകമാണ്. ആധുനിക വ്യോമയാന മേഖല ഇന്നും അവരെ ഉദാഹരണമായി കാണുന്നു. കൃത്യമായ സാമ്പത്തിക അച്ചടക്കം ബിസിനസ്സിൽ അത്യാവശ്യമാണെന്ന് അത് തെളിയിച്ചു. കുറഞ്ഞ ചിലവിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഓരോ പൈസയുടെയും ചിലവ് കൃത്യമായി പ്ലാൻ ചെയ്യണം. സേവനങ്ങളുടെ ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷം ചെയ്യും. യാത്രക്കാരുടെ വിശ്വസ്തത നേടിയാൽ മാത്രമേ ബിസിനസ് നിലനിൽക്കുകയുള്ളൂ. ലോ കോസ്റ്റ് മോഡലിൽ യാത്രക്കാർ കൂടുതലാണെങ്കിലും ലാഭം ഉറപ്പാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യയും കൃത്യസമയത്തുള്ള സർവീസുകളും ആവശ്യമാണ്. സർക്കാർ നയങ്ങൾ വലിയ തോതിൽ ഇത്തരം കമ്പനികളെ ബാധിക്കും. ഇന്ധന നികുതിയും എയർപോർട്ട് ചാർജുകളും ബിസിനസ് മോഡലിനെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഇന്ന് നാം കാണുന്ന ഇൻഡിഗോ പോലുള്ള കമ്പനികൾ വിജയിക്കുന്നത് എയർ ഡെക്കാന്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണ്. എയർ ഡെക്കാൻ തുടക്കമിട്ട ആ മാറ്റമില്ലായിരുന്നുവെങ്കിൽ വിമാനയാത്ര ഇന്നും സാധാരണക്കാരന് അപ്രാപ്യമായ ഒന്നായി തുടരുമായിരുന്നു. ഒരു വിപ്ലവം തുടങ്ങിവെക്കാൻ എയർ ഡെക്കാന് കഴിഞ്ഞു. എന്നാൽ അത് നിലനിർത്താനുള്ള കെട്ടുറപ്പ് അവർക്കുണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ത്യൻ വ്യോമയാന വിപണിയെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളിലേക്ക് തിരിച്ചുവിട്ടത് എയർ ഡെക്കാനാണ്. ക്യാപ്റ്റൻ ഗോപിനാഥ് എന്ന വ്യക്തിയുടെ പോരാട്ടം ഇന്നും സംരംഭകർക്ക് ഒരു വലിയ പ്രചോദനമാണ്. പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ എയർ ഡെക്കാൻ എന്നും ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. പാവപ്പെട്ടവനും ആകാശത്തിലൂടെ പറക്കാമെന്നുള്ള ആ വലിയ ആത്മവിശ്വാസം എന്നും നിലനിൽക്കും. വലിയ സ്വപ്നങ്ങൾ കാണാനും അതിനായി പോരാടാനും എയർ ഡെക്കാന്റെ കഥ നമ്മെ പ്രേരിപ്പിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.